ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ബോട്ടിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നടുക്കൊരു കുഴിയുള്ള പോലത്തെ ഒരു ബോട്ടിലാണിത്. അപ്പോൾ ആ ഭാഗത്ത് ഫോട്ടോ ഫിക്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1:1 പ്രപ്പോർഷനിലാണ് മിക്സ് ചെയ്യുന്നത്. കറക്റ്റ് ഒരളവൊന്നും നോക്കിയിട്ടല്ല. എന്നിട്ട് അത് ഈ ബോട്ടിലിൽ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ പശയുടെ മുകളിലേക്ക്. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ നമുക്ക് ഫുൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഇങ്ങനെ ചുളുങ്ങി ഒട്ടിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഞാൻ നടുക്ക് ഫോട്ടോ ഒട്ടിക്കുന്ന ഭാഗം മാത്രം ഒട്ടിച്ച് ചേർത്തിട്ടില്ല. ഇനി ഞാൻ നെക്സ്റ്റ് മെറ്റാലിക് ബ്ലൂ കളർ പെയിൻറ്റ് ഫുള്ള് ബോട്ടിലിൽ അടിക്കാൻ പോവാണ്. അപ്പോൾ നടുക്ക് വിട്ടിരിക്കുന്ന ആ പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ മെറ്റാലിക് ബ്ലൂ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒട്ടിക്കേണ്ട ഫോട്ടോ എടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറകിലുള്ള ഒരു പോർഷൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ മാക്സിമം തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ്, എന്നാലേ അത് നന്നായിട്ട് ഒട്ടുള്ളൂ. ഇനി അതിൻ്റെ പുറത്ത് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ നടുക്കുള്ള പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോയുടെ മുകളിൽ ഗ്ലൂവിൻ്റെ മാർക്സ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭംഗി പോവും. ഇനി നെക്സ്റ്റ് ഞാൻ ഇതുപോലത്തെ ക്രിസ്റ്റലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ബോർഡറായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോയുടെ സൈഡ്സിലേക്ക് 4 വശത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 4 കോർണേഴ്സിലും ഓരോ ഫ്ലവർ വെച്ച് കൊടുക്കാം. അത് ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സാണ്, വാങ്ങിയ ഫ്ലവേഴ്സാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫെവിക്രിലിൻ്റെ മോൾഡഡ് ക്ലേ എടുക്കാം. അത് റെസിനും ഹാർഡ്നറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ല തിന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അടപ്പിലേക്കൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പിലൊരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ. ഇത് ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം. പിന്നെ അധികം ഫിനിഷ് ഇല്ലെന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഒന്ന് വെള്ളം വെച്ച് കൈ നനച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി അതിന് ശേഷം ഇനി ഒരു ക്ലേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഡിപ്രഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലേ ടൂൾ വേണമെന്നില്ല, ടൂത്ത് പിക്കോ എന്തെങ്കിലും ചെറിയ ഷാർപ്പ് സാധനങ്ങൾ കൊണ്ട് കുറേ ഡോട്ട്സ് ഷാലോ ആയിട്ട്, അധികം ആഴമില്ലാത്ത ഡോട്ട്സ് ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ക്ലേ ഇങ്ങനെ നീട്ടിയെടുക്കുന്നുണ്ട്. ഇനി അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ടോപ്പ് പോർഷൻ ഒന്ന് നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. 1 hour ഉണങ്ങാൻ വെക്കണം. ഇനി നമുക്ക് ഈ ബോഡിയിൽ ഫുള്ള് സിൽവർ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലേ ഉണങ്ങിയതിന് ശേഷം ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട് ടോപ്പ് പോർഷനിൽ. അത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം അവിടെ സിൽവർ പൗഡർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നല്ലൊരു മെറ്റാലിക് ലുക്ക് വരും. ഇനി വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എല്ലായിടത്തും ബോഡിയിലും അതുപോലെ ടോപ്പ് പോർഷനിലും എല്ലാം ഫോട്ടോ ഒഴിച്ചുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വാർണിഷ് ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. എല്ലാവർക്കും ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.